ഹലോ എവരിവൺ, ഇന്ന് ഞാൻ വന്നേക്കുന്നതേ എൻ്റെ മകളുടെ ഫേവറേറ്റ് ഡിഷായ ആലു ബിരിയാണി. ആലു അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ബിരിയാണിയുമായിട്ടാണ്. കണ്ടോ, നല്ല പൊടിപ്പൊടിയായിട്ടുള്ള, അതെ എന്തുവാണ് പറയാത്തത്, നല്ല ഒന്നാന്തരം ആലു ബിരിയാണി. ഇത് ബിരിയാണിയാണോ അതോ പുലാവാണോ എന്നുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയണേ. എൻ്റെ മോൾ ഇതിന് പറയുന്നത് ആലു ബിരിയാണി എന്നാണ്. അറിയാലോ, എൻ്റെ കുഞ്ഞ് വയ്യാത്ത കുട്ടിയായതുകൊണ്ട് ഞാൻ അധികം എരിയൊന്നും ചേർക്കാതെ, പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല, അധികം എരിയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. എന്നാലേ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. വാ, വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ഈ സൈസിൽ, ചെറിയ സൈസിൽ കണ്ടിച്ചിട്ട് തൈരും മുളകും ഉപ്പും മഞ്ഞളും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ അല്പം തൈരും കൂടെ ഒഴിച്ച് ഇളക്കി, ഇത് ബ്രൗൺ ഓണിയൻസും കൂടി ഇട്ടിട്ട് ഇളക്കി വെച്ചതാണ്. അതവിടെ മാരിനേറ്റ് ഹാഫ് ആൻ അവറായി. പിന്നെ ഇപ്പം ഇത് ബാസ്മതി റൈസ് കഴുകി വെള്ളത്തിലിട്ടു. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ കുക്കർ വെച്ചു. ഇതൊന്ന് സ്റ്റൗ കത്തിച്ച് ചൂടാക്കി കഴിയുമ്പോൾ എണ്ണയും നെയ്യ് ഒഴിക്കാമേ. ഇപ്പം ഞാൻ കുക്കർ വെച്ചു ചൂടാക്കി കഴിഞ്ഞപ്പം നമ്മൾ ഉള്ളി വറുത്തില്ലേ, ആ എണ്ണയിൽ ഇച്ചിരി എണ്ണയും പിന്നെ ഒരു അര സ്പൂൺ നെയ്യ് ഒഴിച്ചു. എന്നിട്ടിപ്പം മസാല ഐറ്റംസ്, ഹോൾ മസാല ഐറ്റംസ് എല്ലാം കൂടെ ഇടുവാണേ. അത് മൂത്തല്ലോ. ഇപ്പം ഞാൻ അത് മൂത്ത് കഴിഞ്ഞപ്പം ഇത് ഒരു ചെറിയ സവാള ഉള്ളി അരിഞ്ഞിടുവാണ്. അത് ഒന്ന് വഴിക്കാം. ഇത് വഴന്ന് ഇപ്പം നമ്മൾ ഇളക്കി വെച്ചില്ലായിരുന്നോ ഉരുളക്കിഴങ്ങ്, അതിട്ട് കൊടുക്കാമേ. ഇളക്കി ഒത്തിരി നേരം വഴറ്റിയതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം. ശരിയല്ല, അതവിടെ കിടക്കട്ടെ. ഞാൻ ഇച്ചിരി പുതിന കൂടി ഇട്ട് കേട്ടോ, മിൻറ്റ് വെച്ചിട്ട് ഇളക്കി വെച്ച് നമുക്കിപ്പം അരിയിട്ട് കൊടുക്കാമേ. അരിയിട്ട് നന്നായിട്ട് ഇളക്കി കേട്ടോ, മറന്നു കാണിച്ചു തരാം. നന്നായിട്ട് ഇളക്കി ഇപ്പം നമുക്ക് ഇച്ചിരി ബ്രൗൺ ഓണിയൻസ് ഉണ്ടല്ലോ, ഇനി അതിച്ചിരി ഇട്ട് കൊടുക്കാം. അരി ഇളക്കിയില്ലേ, ഇച്ചിരി ബ്രൗൺ ഒരു വെള്ളം, അത് ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. ആ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വേണ്ടത് മൊത്തം. ഞാൻ അതിനകത്തുള്ള വെള്ളം കൂടെ കണക്കാക്കി 1.5 ഗ്ലാസ് വെള്ളം ചേർത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി അടച്ചു വെക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നോക്കി ചേർക്കണം. ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങ് ഇളക്കി വെച്ചപ്പോഴേ ഉപ്പ് ചേർത്തതായിരുന്നു, അതുകൊണ്ടിപ്പം കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മളെന്തെങ്കിലും സലാഡൊക്കെ കൂട്ടിയല്ലേ കഴിക്കുന്നത്. ഈ ചോറ് എൻ്റെ മോൾക്ക് ഇഷ്ടമായതുകൊണ്ട് എരിയില്ലാണ്ട് ഉരുളക്കിഴങ്ങിനകത്ത് അധികം എരിയില്ലാതെ ഞാൻ ഇളക്കി വെച്ചാൽ, അല്ലെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കാൻ നമുക്ക് അങ്ങനെ അതിൻ്റേതായ രുചി കിട്ടും. ഇപ്പം ഒന്നുമില്ല. ഇപ്പം നമുക്ക് ഫൈനലായിട്ട് ബാക്കി വന്ന ഇതിൽ നിന്നും കുറച്ച് ബ്രൗൺ ഓണിയൻസും കൂടി ചേർത്ത് കൊടുക്കാമേ. ചേർത്ത് വെച്ച് അടച്ചു വെക്കാം. ബ്രൗൺ ഓണിയൻസ് ചേർത്ത് ഇപ്പോൾ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നതിന് വരെ വേവിക്കാം. നമുക്കിപ്പോഴേ ഇത് തുറന്ന് നോക്കാതെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ബ്രൗൺ ഓണിയൻസ് ബാക്കിയുണ്ട്, അത് കുറച്ചില്ല ഇട്ടേച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാമേ. ഇളക്കാം. എന്താ കണ്ടില്ലേ ചോറ്? കണ്ടോ, നല്ല മാതിരം പുലാവെന്നോ ബിരിയാണിന്നോ എന്താണെന്ന് വെച്ചാൽ പറയാം കേട്ടോ. ഓക്കെ, ബായ്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാമേ. ബൈ ബൈ.